ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. വീണ്ടും ഒരു ചക്ക റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ ചക്ക സീസൺ അല്ലേ, ചക്ക വെച്ചിട്ടൊരു ഈവനിങ് സ്നാക്ക് തന്നെ തയ്യാറാക്കി കളയാം. ചക്ക ടിക്കി വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഇവിടെ ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ 5 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അത് ചേർത്ത് കൊടുക്കാം. ഒരു കാര്യം ചേർക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ട്. ജീരകമാണ്, സാധാരണ ജീരകമാണ്. 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. സവാള ഇപ്പോൾ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവുകളിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ പൊടികളുടെയൊക്കെ റോസ് സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചക്ക ചേർത്ത് കൊടുക്കണം. അപ്പം നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് എടുക്കാം. പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഞാനിതിപ്പോൾ അളന്ന് നോക്കിയപ്പോൾ 3 കപ്പ് അളവിൽ കിട്ടിയിട്ടുണ്ട്. ചക്ക ചുളയാണ്, കുരുവൊന്നുമില്ല, ചുള മാത്രമാണ്. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു 6-7 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ചക്ക നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 7 മിനിറ്റൊക്കെ ഇതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം, എന്നിട്ട് അരച്ചെടുക്കാം. അരക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ചക്ക ഇവിടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ചെടുക്കുന്ന സമയത്തും കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ടായിരുന്നു, ഈ സമയത്തും കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ ഇരിക്കുന്നുണ്ട്. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ എന്ത് വേണം, 2 കയ്യിലും നന്നായിട്ട് ഓയിലൊന്ന് പുരട്ടി കൊടുക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുക്കാം. ആദ്യം നമുക്ക് ബോൾസ് പോലെ ആക്കിയെടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് ഇത് പ്രസ് ചെയ്തെടുക്കണം. കട്ട്ലറ്റിൻ്റെ ഒക്കെ ഷേപ്പിലാക്കിയെടുക്കാം. അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് റെഡിയാക്കിയെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 3 കപ്പ് ചക്കച്ചുള വെച്ചിട്ട് ഇത്ര എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത്. ഡീപ്പ് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ കുറവല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഓൾറെഡി കുക്ക്ഡ് ആണ്, എന്നാലും ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയമെടുത്ത് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചക്ക ടിക്കി നമുക്ക് വേറൊരു രീതിയിലും തയ്യാറാക്കിയെടുക്കാം. ചക്ക ആദ്യം തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം, എന്നിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. അങ്ങനെയല്ലെങ്കിൽ കൈവച്ചിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ കൈവച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അതായത് സവാളയൊക്കെ വഴറ്റിയെടുക്കാതെ തന്നെ ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ ആലു ടിക്കിയൊക്കെ ചെയ്യുന്നില്ലേ, അതുപോലെ ചെയ്തെടുക്കാം. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ.
ഇപ്പോൾ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, അകം നല്ല സോഫ്റ്റും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചക്ക ടിക്കി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചക്ക വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്